നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദിവസവും വാർത്തകളിൽ നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ചോദിക്കാൻ അവകാശമുള്ളതായ കാര്യങ്ങൾ ചോദിക്കുമ്പോ തല്ലുകയാണോ ആണത്തോം? ശരിക്കും ചെയ്യേണ്ട എന്താണെന്നറിയോ? ആ പാസൽ പോലീസിൽ ഏൽപ്പിച്ചിട്ട് ഭരത്തിനെയും ആ മൈക്കിളിനെയും കസ്റ്റഡിയിൽ എടുപ്പിക്കണമായിരുന്നു. ഇതെങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടെന്നേ എനിക്കറിയാം. നീ എന്ത് ചെയ്യാൻ പോവാ? അതമ്മ കണ്ടോ? ഇവളിന് ഭാവനോട് പറയുമായിരിക്കോ? പറയൂ. അരുന്ധതി വാ. നീ ഒറ്റയ്ക്കുള്ളൂ മോളെ? ഞാൻ മാത്രമേ വന്നുള്ളൂ ഭാവനേച്ചി. എന്തു പറ്റിയൊന്ന് വിളിക്കുക പോലും ചെയ്യാതെ വാ വാ അകത്തിരിക്കാം. വേണ്ട ചേച്ചി, ഞാൻ ഇരിക്കുന്നില്ല. അത്യാവശ്യമായിട്ട് ഭാവനേച്ചി ഒന്ന് കാണാനും ചിലത് സംസാരിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നത്. എന്താ അരുന്ധതി, അത്രയ്ക്ക് സീരിയസ് ആണോ? അതെ ഭാവനേച്ചി, ഇനിയെങ്കിലും ഭാവനേച്ചിയോട് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ആരും അറിയാതെ ഭരത്തേട്ടനെ നേരെയാക്കാന്ന് കരുതിയ ഞാനാ ഇപ്പൊ വിഡ്ഢിയായത്. അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നേ. നീ എന്തൊക്കെയാ മോളെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭാവനേച്ചി അറിയാത്ത ചില ചുറ്റിക്കളികൾ ഭരത്തേട്ടനുണ്ട്. ചുറ്റിക്കളികളോ? മനസ്സിലായില്ല. ചേച്ചി കരുതും പോലെ ഒരാളല്ല ഭരത്തേട്ടൻ. ചില പ്രാരബ്ധങ്ങളുടെ പേരിൽ മറ്റാർക്കൊക്കെ വേണ്ടി ഭരത്തേട്ടൻ ഇപ്പം ബലിയാടായിക്കൊണ്ടിരിക്കുക. ഞാൻ ഭരത്തേട്ടനോട്ട് അടുക്കുമ്പോഴേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഭരത്തേട്ടനെ അലട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ആയിടയ്ക്ക അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രാപ്പിൽപ്പെട്ട് ഭരത്തേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കേറിയത്. അന്ന് ഭരത്തേട്ടൻ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞത്. കരയാതിരിക്കാൻ. ഇനി ഞാൻ എന്താ വേണ്ടെന്ന് അറിയില്ല ചേച്ചി. നീ സമാധാനപ്പെടുമോളെ. കേട്ടിടത്തോളം അവനയാള് ബുദ്ധിപൂർവ്വം ട്രാപ്പിലാക്കിയതാവാനാ സാധ്യത. അതെ ഭാവനേച്ചി. ഭാവനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഭരതെന്താ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ആന്റി, ഞാനും ഇവള് പറയുന്നത് കേട്ട് സ്തംഭിച്ച് നിൽക്കാം. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോളെ. ഇങ്ങനൊരാളാണ് ഭരതെന്ന് അറിഞ്ഞിട്ടും നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ? ഒരാളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റിയ അതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിച്ചു പോയ ആന്റി. പക്ഷെ അത് ഇത്രത്തോളം സീരിയസ് ആയിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അരുന്ധതി, നീ വിഷമിക്കാതെ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഉറപ്പായിട്ടും ഞാൻ അവനോട് സംസാരിച്ച അവന് മനസ്സിലാവും. ഭരത്തേട്ടന് ഇപ്പൊ എല്ലാവരോടും ദേഷ്യ ചേച്ചി. ആര് പറഞ്ഞാലും എടുത്തു ചാടിയതുപോലെ മറുപടി പറയുന്നത്. ഭരത് SI ആവാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ആ മൈക്കിള് ഭരത്തിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തോ ഉദ്ദേശം കൂടി അയാൾക്ക് കാണും. ചേച്ചിയും കൂടി ഒന്ന് വരുമോ? ചേച്ചി ഒന്ന് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ വരാം. അവനിപ്പോ എവിടെയാ ഉള്ളത്? മോളെ ഭാവന, ഈ സമയത്ത് നീ എങ്ങും പോണ്ട. ഞാൻ നിന്നെ വിടില്ല. അരുന്ധതി, ഭാവനയ്ക്ക് ഡോക്ടർ ബെഡ് റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ ഭാവന വരുന്നത് നല്ലതാണോ? മോള് ചെല്ല്. ഭാവന സൂര്യമായി സംസാരിച്ചിട്ട് ഭരത്തിനോട് സംസാരിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ആന്റി, ഞാൻ സൂക്ഷിച്ചു പോയിട്ട് വരാം. പറയുന്നത് കേക്ക് മോളെ. അരുന്ധതിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ മോളെ? അരുന്ധതി, ഞാൻ ഈ പറഞ്ഞതിൽ എന്തേലും തെറ്റുണ്ടോ? ഇല്ല ആന്റി, ഞാനത് ഓർത്തില്ല. സോറി ഭാവനേച്ചി. ആന്റി പറഞ്ഞതുപോലെ സ്ട്രെയിൻ എടുക്കണ്ട. പറ്റിയ
ഭരത്തേട്ടനൊന്ന് വിളിച്ച് സംസാരിച്ചാലും മതി. ഞാൻ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ലല്ലോ അരുന്ധതി. അത് സാരമില്ല ചേച്ചി, ഞാൻ പോവാ. എന്നാലും ഭാവനേച്ചിയെ കണ്ട് കാര്യങ്ങളെല്ലാം പറയാൻ പറ്റിയല്ലോ. ഇനി ഭരത്തേട്ടനെ രക്ഷിക്കാൻ ഭാവനേച്ചിക്ക് മാത്രമേ പറ്റൂ. സോറി ആന്റി. ഞാൻ വരട്ടെ ഭാവനേച്ചി. മോളെ, ആ അരുന്ധതിയോടൊപ്പം മോളെ അയക്കാത്തതില് എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട. നിന്റെ ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ടത് ഞാനാ. ആന്റി ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ പ്രതീക്ഷിച്ചു വന്ന അരുന്ധതിക്ക് അത് മനസ്സിലാവില്ലല്ലോ ആന്റി. ആന്റി കുറെയൊക്കെ കേട്ടതല്ലേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ ഭരത്തിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി 10-20 ലക്ഷം രൂപ ഭരത് കടക്കാരനായതും അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ ആർക്കോ വേണ്ടി അവൻ ഇല്ലീഗൽ ബിസിനസ്സിലൊക്കെ മീഡിയേറ്റർ ആകേണ്ടി വരികയും ചെയ്യുന്നു എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആന്റി. എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷേ മോളുടെ ശാരീരികമായ അവസ്ഥയെ ഞാനിവിടെ നോക്കിയുള്ളൂ. നിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ സംഭവത്തിന്റെ നെല്ലും പതിരും തരം തിരിച്ചിട്ടേ നീ മടങ്ങി വരുള്ളൂ. ശരിയല്ലേ? കേട്ടിടത്തോളം ഭരത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആരോ തന്ത്രപൂർവം കെണിയിൽപ്പെടുത്താനാവും സാധ്യത. അതെ ആന്റി, അങ്ങനെ തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി 100 കള്ളം പറയേണ്ടി വരുന്നത് പോലൊരു അവസ്ഥയിലായി പോയി കാണും ഭരത്തും. അങ്ങനെയെങ്കിൽ ആ മൈക്കിളിനെ കണ്ടെത്തി ഭരത്തിനെ അയാളിൽ നിന്ന് രക്ഷിച്ചല്ലേ പറ്റൂ ആന്റി. അതിന് മോള് പോയാൽ ശരിയാവില്ല. ഒന്നാമത് നീ പ്രഗ്നന്റ്. മാനസികമായോ ശാരീരികമായോ നിനക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അത് മോളുടെ കുഞ്ഞിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് ഭാവന ഇപ്പൊ എങ്ങും വരുന്നില്ലെന്ന് അരുന്ധതിയോട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആന്റി. ഭരത്താണെങ്കിൽ എല്ലാവരോടും അകലം പാലിച്ചാ നിൽക്കുന്നത്. അതൊക്കെ പ്രായത്തിന്റെ എടുത്തുചാട്ടാ മോളെ. പക്വതയില്ലായ്മയാ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഇപ്പോ മോളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാലും അത് ഈ കുടുംബത്തിൽ വന്നതുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ മോളുടെ ഈ അവസ്ഥയാണ് ഇപ്പൊ എന്റെ പ്രധാന വിഷയം. എനിക്ക് മനസ്സിലാവും ആന്റി. എന്നാലും എന്തെങ്കിലും ഒരു വഴി കണ്ടേ പറ്റൂ. മോള് സമാധാനപ്പെട്. ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാനല്ലേ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എന്റെ സ്വാർത്ഥതയാണ് മോളെ. നിന്നെ ഒറ്റയ്ക്കൊരിടത്തും വിടാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടാ. ഒന്നും സംഭവിക്കാൻ അധിക സമയമൊന്നും വേണ്ട മോളെ. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. സൂര്യയോട് മോളൊന്ന് പറയേ, ഭരത്തിനെ കണ്ടെന്ന് സംസാരിക്കാം. അല്ലെങ്കിൽ ഭരത്തിനെ ഇവിടേക്കൊന്ന് കൊണ്ടുവരാൻ പറ. ഞാൻ അവനോട് സംസാരിക്കാം. അവനെ നമുക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. ആന്റി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ എനിക്ക് ആന്റിയിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ആന്റി. എന്റെ ഒരുപാട് തെറ്റുകളെ തിരുത്തി തന്നവളാ നീ. ഒരിക്കലും മാറില്ലെന്ന് വാശി പിടിച്ച എന്റെ ബാലിശമായ തീരുമാനങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കി തന്നതും മോളാണ്. ഇനിയുള്ള ഈ ബാക്കി കാലത്ത് ഞാൻ ജീവിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. ആന്റി, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സ്നേഹിച്ചു കൊല്ലുന്നൊക്കെ. ശരിക്കും ആന്റി ഇപ്പൊ ചെയ്യുന്നത് അതാ. എന്റെ ആന്റി സ്നേഹം കൊണ്ടാ ഇപ്പൊ എന്നെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ആന്റി പറയുന്നത് പോലെ ഞാൻ കേൾക്കൂ. പോരെ? മതി മോളെ. എല്ലാം നമ്മുടെ രണ്ടുപേരുടെയും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി.
ഭരത്തെ, അരുന്ധതി അവിടെ ഇല്ല. രാവിലെ എന്നോട് പോലും പറയാതെയാ പോയത്. എവിടേക്ക്? അറിയില്ല. ഒന്നുകില് നിന്റെ വീട്ടിലേക്കാവും, അല്ലെങ്കിൽ പിന്നെ ഭാവനെ കാണാനാവും. ഇവിടെ മൈക്കിള് വന്ന വിവരവും അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ പറയാനായിരിക്കും അരുന്ധതി പോയിരിക്കുന്നത്. അങ്ങനെ അവള് പറയുമെങ്കിൽ എനിക്കതൊന്നും അറിയണമല്ലോ. അറിയാനൊന്നുമില്ല. ഉറപ്പായിട്ടും അക്കാര്യം പറയാൻ തന്നെയാവും അവള് പോയത്. വന്ന് വന്ന് നമ്മളെ ആരെ അനുസരണ ഇല്ലാതായിരിക്കുക.